നിങ്ങളെല്ലാവരും ആമസോൺ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. നടന്നു പോകണോ ബസ്സിന് പോകണോ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെവൻ സിറേക്ക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്ലിക്സ്. ഞാൻ ഒരു കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ മാഞ്ചസ്റ്ററിലാണ്. നമ്മളൊരു യാത്ര പോവാണ്. മീൻ പിടിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ആമസോൺ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ആമസോൺ കാടുകൾ നമ്മൾ കൊച്ചിലോട്ട് പഠിക്കുന്നതാണ്. സുറിനാം എന്നൊരു രാജ്യത്തെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ വീഡിയോ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ, യെസ് ഓർ നോ. നമ്മൾ പോകുന്നത് ആമസോണിൽ മീൻ പിടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിച്ചിരിക്കുന്ന പോലെ ആമസോണിൽ പോയിട്ട് നമ്മൾ എന്ത് മീനിനെ പിടിക്കും? എനിക്കും അതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. ഞാൻ നടത്തിയ എൻ്റെ ചെറിയ റിസർച്ച് വെച്ചിട്ട് അവിടെ ഉള്ള മീനുകളെ ഞാൻ പറയാതൊക്കെയാണ്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് മീനുകൾ അവിടെ ഉണ്ട്. അതായത് നമ്മുടെ റെറ്റൈൽ ക്യാറ്റ് ഫിഷ്, അതല്ലാതെ നമ്മുടെ ഷെവൽനോസ് ക്യാറ്റ് ഫിഷ്, പിന്നെയാണെങ്കിൽ നമ്മുടെ അരാപ്പൈമ പിരാന. ഇനി ഇതല്ലാതെ നമ്മളൊന്നും ഇതുവരെ കാണാത്ത പല വെറൈറ്റി പല ഇനത്തിലുള്ള മീനുകളുണ്ട്. ഇനിയിപ്പോൾ മീനെ എങ്ങനെ പിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ നമ്മുടെ കോട്ടയത്തെ തോട്ടിലും പാടത്തും ഒക്കെ ചൂണ്ടിയിടണം നമ്മൾ ഒരിക്കലും ദിവസം ആമസോണിൽ പോയി മീൻ പിടിക്കുമെന്ന് ഞാൻ വിചാരിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിചാരിച്ചോന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നും മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ബേസിക്കലി ആഗ്രഹം ഉണ്ട്, നമ്മളതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യുവാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റും. എനിക്കിനിയുള്ള ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു യാത്രയ്ക്ക് പോകുമ്പോഴേക്കും എനിക്ക് എൻട്രി ഫീ നമ്മൾ അടച്ചിട്ടുണ്ട്. അതിനുശേഷം എനിക്കിനി വിസ ഇഷ്യൂ ചെയ്യണമെങ്കിൽ ഞാൻ സുറിനാം എയർപോർട്ടിൽ എത്തണം. അതായത് പരമാറിബോ എയർപോർട്ടിലെത്തി അവിടെ നിന്നാണ് നമുക്ക് ഓണറൈവിൽ വിസ അടിക്കുന്നത്. അപ്പോൾ വിസ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് എയർപോർട്ടിൽ ചെന്നാലേ അറിയത്തുള്ളൂ. അതിന് നാളെ വൈകുന്നേരം ഏകദേശം ഈ ഒരു സമയമാവും കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 5 മണിയായിട്ടുണ്ട്. 6:30ക്കാണ് നമ്മുടെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പയ്യന് ഗേറ്റിലോട്ട് പോകാം കേട്ടോ. അടിപൊളി. അതൊരു ഫോൾസ് അനൗൺസ്മെൻ്റ് ആയിരുന്നു കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലൈറ്റ് 7:35 അപ്പോൾ ഇപ്പോൾ 6 മണി ആയതേ ഉള്ളൂ. 6:30ക്കാണ് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഐഡിയലി. പക്ഷേ ഇപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് വന്നു, ഓൾ റിമൈനിങ് പാസഞ്ചേഴ്സ് ഷുഡ് ബി അറ്റ് ഗേറ്റ് 3 ഫൈനൽ കോളാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് ചെന്നപ്പോഴേക്കും അവർ പറഞ്ഞു അതൊരു ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരുന്നെന്ന്. ഞാൻ ഒരു കാപ്പിയൊക്കെ കുടിച്ച് പയ്യെ ഇതിലേക്ക് ഇറങ്ങി നമ്മുടെ ഗേറ്റിലെത്തി. അപ്പോൾ നമുക്ക് ബോർഡിങ് ചെയ്യേണ്ടത് A3യിലാണ്. അപ്പോൾ ഞാനിവിടെ എവിടെയെങ്കിലും പോയിട്ട് ഇനി കുറച്ച് നേരം വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇനി സമയമുണ്ട്. Sometimes I get so mad, there's no controlling me. My thoughts get so bad, I'm like, I might grab a bat, I don't know. My wrath, my blood boils over like, oh God, here goes. I lost all feeling from my head to my toes. നമ്മളിപ്പോഴാണ് അറിഞ്ഞത് നമ്മൾ ഇത്ര നേരം വെയിറ്റ് ചെയ്ത ഗേറ്റ് തെറ്റാണ്. അവർ കുറച്ച് മുമ്പ് വിളിച്ച ഗേറ്റിലാണ് ഞാൻ ഇത്ര നേരം പോയിരുന്നത്. പക്ഷേ ആ ഗേറ്റിലല്ല നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത്. നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് A5ലാണ് കേട്ടോ. അപ്പോൾ ഞാൻ A5ലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ A5ൽ ഇതുവരെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇവിടെ സ്റ്റാഫ് ഒന്നും വന്നിട്ടില്ല. Enough is enough. I'll take a face full of pavement just to make a statement. ഫൈനലി നമ്മുടെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ആംസ്റ്റർഡാം KL 1082 ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യൂവിലാണ് കേട്ടോ. ഏറ്റവും പുറകിലേക്ക് പോകാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 1.5 മണിക്കൂറാണ് ഫ്ലൈറ്റ്. ആംസ്റ്റർഡാമിൽ എത്തിക്കഴിയുമ്പോഴാണ് ഞാൻ പെട്ടുപോകാൻ വേണ്ടി പോകുന്നത്. കാര്യം 12 hours എനിക്ക് ട്രാൻസിറ്റ് ടൈം ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ റൂം എടുത്തിട്ടില്ല. ലോഞ്ച് ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല എൻ്റെ ഇന്ത്യൻ കാർഡ് വെച്ചിട്ട്. എന്തായാലും നമുക്ക് അവിടെ ചെന്ന് നോക്കാം കേട്ടോ. 1.5 മണിക്കൂറല്ലേ ഉള്ളൂ. നമ്മുടെ ബോർഡിങ് സക്സസ്ഫുള്ളി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. ഇവിടുന്ന് ചിലപ്പോൾ നമുക്ക് മേ ബി ഒരു ചെറിയ ക്യൂ കാണുമായിരിക്കും. കുഞ്ഞ് ഫ്ലൈറ്റ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഉണ്ടല്ലോ, ഒരു കുഞ്ഞ് ഫ്ലൈറ്റ് ആണ്. ഇതുണ്ടോ, വളരെ ചെറിയൊരു ഫ്ലൈറ്റ് ആണ്. നമ്മുടെ സീറ്റ് 10A ആണ്. ഇത് 5 ആയതേ ഉള്ളൂ കേട്ടോ. നമുക്ക് കുറച്ചും കൂടെ പോകാനുണ്ട്. ചെറിയ ഫ്ലൈറ്റ്, അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് ലക്ഷദ്വീപിനൊക്കെ പോകുന്ന ഒരു ഫ്ലൈറ്റ് ഉണ്ടല്ലോ, അത്രയേ ഉള്ളൂ. അതിനേക്കാളും ചെറുതാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ നല്ല ഫ്ലൈറ്റാണ് കേട്ടോ. നമുക്ക് എന്താണ് നെക്ക് പില്ലോട് ആവശ്യം വരത്തില്ല. ഇത്രയും ദൂരമല്ലേ ഉള്ളൂ. Vanuit de cockpit gezag worden. Mijn naam is Robin Hofstede namens de gele. Good evening everybody from the flight deck. Captain, my name is Robin Hofstede. On behalf of the entire crew, I'd like to welcome you. അങ്ങനെ നമ്മുടെ കണക്ഷനൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്യാപ്റ്റൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു. നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ ആണ് ആക്ച്വലി. പക്ഷേ 3 മിനിറ്റ് ഫ്ലൈറ്റ് എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ബോർഡിങ്ങിൽ എന്ത് ഇഷ്യൂ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. നമ്മുടെ ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ റൺവേയിലോട്ട് കയറിയിട്ടില്ല. നമ്മൾ റൺവേയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. പക്ഷേ നമ്മുടെ ഫ്ലൈറ്റ് ടൈം ഷോർട്ട് ആയതുകൊണ്ട് നമുക്ക് ഇവർ മീലൊന്നും പ്രൊവൈഡ് ചെയ്യത്തില്ല. പക്ഷേ നമുക്ക് സ്നാക്സ് ഉണ്ടെന്ന് ടിക്കറ്റിലുണ്ട്.
അപ്പോൾ നമ്മൾ റൺവേയിൽ കയറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങളെ ടേക്ക് ഓഫ് കാണിച്ചു തരാം കേട്ടോ. എല്ലാ പ്രാവശ്യം ഫ്ലൈറ്റ് കയറുമ്പോഴേക്കും നമ്മൾ കുറേ പ്രാവശ്യം കയറിയിട്ടുണ്ടെങ്കിലും ഓരോ പ്രാവശ്യം ടേക്ക് ഓഫിൻ്റെ സമയത്ത് എനിക്ക് പണ്ട് വീഗലാൻഡിൽ പോയൊരു എഫക്റ്റാണ്. അതുകൊണ്ട് ഞാനത് എപ്പോഴും എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഈ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ടേക്ക് ഓഫും ലാൻഡിങ്ങും എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. യെസ്, ഇപ്പോൾ നമ്മൾ ടേക്ക് ഓഫ് ചെയ്തു കേട്ടോ. ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട് ഇതുണ്ടല്ലോ. ഇനി അപ്പോൾ 55 മിനിറ്റ് നമ്മൾ ആംസ്റ്റർഡാമിലെത്തും. മാഞ്ചസ്റ്ററിൽ നിന്ന് ആംസ്റ്റർഡാമിലേക്കുള്ള യാത്രയിൽ ഒട്ടും ഉറങ്ങിയില്ല. കാരണം ഇതായിരിക്കണം, കേട്ടറിവ് മാത്രമുള്ള ആമസോൺ കാട്ടിലേക്കാണ് യാത്ര. അതായത് ലോകത്തിലെ ഏറ്റവും അപകടകാരിയാണെന്ന് ആൾക്കാർ വിശേഷിപ്പിക്കുന്ന പിരാന മത്സ്യങ്ങളുള്ള ചൂണ്ടയിൽ പിടിക്കുന്ന മീനിൻ്റെ വലുപ്പമോ ഇനവോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാടിനെക്കുറിച്ചും പുഴയെക്കുറിച്ചും കേട്ട കഥകളെല്ലാം പേടിപ്പിക്കുന്നതായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പായിട്ടുള്ള അനാക്കോണ്ടകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സ്ഥലം, ലോകത്തിലെ ഏറ്റവും വലിയ ട്രോപ്പിക്കൽ ഫോറസ്റ്റ്. ബൈ ബൈ, ഹാവ് എ ഗുഡ് ഡേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പയ്യെ താഴേക്ക് ഇറങ്ങാം. താങ്ക് യു, ഹാവ് എ ഗുഡ് ഡേ, ബൈ ബൈ. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ഇവിടെ ഒരു ബസ് പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബസ്സിൽ കയറാൻ വേണ്ടി പോവാണ്. സ്പേസ് ഉണ്ടോ എന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ എയർപോർട്ടിലേക്ക്, ഇതാണ് നമ്മൾ വന്ന ഫ്ലൈറ്റ് ചെയ്തതുണ്ടല്ലോ, കുട്ടി ഫ്ലൈറ്റ് ആണ് കേട്ടോ. നമ്മൾ ഇത് എയർപോർട്ടിനകത്ത് കയറിയിട്ടുണ്ട്. ടു ബി ഫ്രാങ്ക്, എനിക്കിനി ഇവിടുന്ന് നെക്സ്റ്റ് ഫ്ലൈറ്റ് ഏത് ഗേറ്റിലാണെന്ന് യാതൊരു ഐഡിയ ഇല്ല. ഇവിടെയാണെങ്കിൽ ഫ്ലൈറ്റിൻ്റെ ഗേറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. Are you open throughout the night? All day? Yeah. Ah, okay, cool. It's okay. Anyway, I'll take one of that. You take one? Yeah. No, it's okay. അങ്ങനെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. നമുക്കിവിടെ ലോഞ്ച് എല്ലാം ക്ലോസ്ഡ് ആണ് കേട്ടോ. ലോഞ്ച് എല്ലാം രാവിലെ 5 മണി തൊട്ട് വൈകിട്ട് 9 മണി വരെ ഉള്ളൂ. ഇവിടെയാണെങ്കിൽ ഇന്ന് ഒരു ഷോപ്പ് മാത്രമേ ഓപ്പൺ ഉള്ളൂ. ഈ ആംസ്റ്റർഡാം ബ്രെഡ് എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പ് മാത്രമേ ഓപ്പൺ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഡിന്നർ മേടിച്ചു. ഞാൻ എന്തൊക്കെയാണ് മേടിച്ചതെന്ന് പറയാം. ഞാനൊരു ലാറ്റെ മേടിച്ചു, മീഡിയം, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ആപ്പിൾ മേടിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഡിന്നർ കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കാൻ പറ്റിയൊരു സ്ഥലം ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ അവിടെ ഇരുന്ന് ഞാൻ റെസ്റ്റ് എടുത്ത് ലാപ്ടോപ്പൊക്കെ ചാർജ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ ഒരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഇരുന്നുറങ്ങി പയ്യെ അവിടെ കിടക്കാനായിട്ട് വല്ല ബെഞ്ചൊക്കെ ഉണ്ട്, അവിടെ കിടന്ന് ഉറങ്ങി രാവിലെ 9 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. അങ്ങനെ രാവിലെ ഇപ്പോൾ സമയം ഏകദേശം 7:15 ഞാൻ അത്യാവശ്യം ഉറങ്ങിയെന്ന് ചോദിച്ചാൽ ഉറങ്ങിയിട്ടൊന്നുമില്ല വലിയ കാര്യമായിട്ട്. ചിലപ്പോൾ ഒരു 3 മണിക്കൂർ ഉറങ്ങിക്കാണും. പക്ഷേ ഉറക്കം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമ്മൾ അത്യാവശ്യം ഉറങ്ങി. ഇനി ബാക്കി നമുക്ക് ഫ്ലൈറ്റിൽ കയറിയിട്ട് ഉറങ്ങാം. അപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾ ഈ പുറകെ കാണുന്നതാണ് കേട്ടോ ആംസ്റ്റർഡാം എയർപോർട്ട്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചിരിക്കുന്ന ഒരു ട്യൂണ സാൻഡ്വിച്ച് മേടിച്ചിട്ടുണ്ട്, പിന്നെ ഒരു ആപ്പിളും, പിന്നെ കുറച്ച് വെള്ളവും, പിന്നെ നമ്മുടെ ഒരു ബ്രെഡും. ക്രിസ്മസ് ആക്ച്വലി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി ഒരു ആപ്പിളും കൂടെ ഉള്ളൂ. അതിനുശേഷം ഞാനിപ്പോൾ ഗേറ്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് E8 ആണ് കേട്ടോ. E22 ആണ് നമ്മുടെ ഗേറ്റ്, അതായത് അങ്ങേയറ്റതാണ്. ഗേറ്റിൽ പോയിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ബോർഡിങ് സമയമൊന്നും ആയിട്ടില്ല. ഇനിയിപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ കൂടെ ഉണ്ട് നമുക്ക് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ സോൺ 5 വിളിച്ചിട്ടുണ്ട്. ഞാൻ സോൺ 5 ആണ്. നമ്മുടെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യണം ഇതുണ്ടല്ലോ. അപ്പോൾ എഗെയിൻ നമ്മൾ ക്യൂവിൻ്റെ ബാക്കിലേക്ക് പോവാണ്. നമ്മൾ 1 to 30 ഈ സൈഡിലേക്കാണ് പോകുന്നത്. 19. താങ്ക് യു. ഫൈനലി നമ്മളിത് സീറ്റിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് 9 മണിയാകും. നമ്മുടെ ഫ്ലൈറ്റ് എടുക്കാൻ സമയമായി. ഇവിടുന്ന് നമ്മൾ പോകുന്നത് സുർനാമിൽ പരമാറിബോ എന്ന് പറയുന്ന എയർപോർട്ടിലാണ്. അവിടുന്ന് ഏകദേശം 1 മണിക്കൂറുണ്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്കുള്ള യാത്ര. അപ്പോൾ നമ്മൾ അവിടുന്ന് വന്ന പോലത്തെ ഫ്ലൈറ്റ് അല്ല, അത്യാവശ്യം വലിയ ഫ്ലൈറ്റാണ്. ഇതുണ്ട്, നമുക്ക് കൂടുതൽ ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ അഗെയിൻ നമുക്കൊരു ഡിസ്പ്ലേ ഉണ്ട്. നമുക്ക് അത്യാവശ്യം സിനിമയൊക്കെ കാണാനായിട്ട് വരും.
പിന്നെ ആണെങ്കിൽ ഞാൻ അയൽ സീറ്റാണ് എടുത്തിരിക്കുന്നത്. അയൽ സീറ്റ് എടുത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് എണീറ്റ് നിൽക്കണമെങ്കിലോ അല്ലെങ്കിൽ വാഷ്റൂമിലൊക്കെ പോകണമെങ്കിലും നടുക്കിരിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഫൈനലി നമ്മുടെ യാത്ര തുടങ്ങിയിട്ട് ഒരു ദിവസം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഏകദേശം 28 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞ് സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു ചെറിയൊരു ചോദ്യം, ഈ സുറിനാം എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ വീഡിയോയുടെ കമൻറ്റ് ചെയ്യുക. കമൻറ്റിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ പേരും ഏജും ഇമെയിൽ ഐ ഡിയും കൂടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ വക ഒരു ചെറിയ ഗിഫ്റ്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന നമ്മുടെ ക്യാബിൻ ബാഗ്, എല്ലാവരും പോയിട്ട് ഏറ്റവും അവസാനം ഞാൻ ഇറങ്ങുന്നുള്ളൂ. നമ്മുടെ ക്യാബിൻ ബാഗുമായിട്ട് നമ്മൾ ഇനി നേരെ ഇമിഗ്രേഷനിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് ഇമിഗ്രേഷനാണ്, എനിക്ക് ഇവിടുന്ന് വിസ അടിച്ച് കിട്ടാം. താങ്ക് യു. ബൈ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പയ്യെ പുറത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ സുറിനാം എയർപോർട്ടിൽ വരുന്നത്, ഒരു സൗത്ത് അമേരിക്കൻ കൺട്രിയിൽ കേട്ടോ. നടന്നു പോകണോ ബസ്സിന് പോകണോ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. കാര്യം ഇവിടെ ഒരു ബസ് കൊണ്ടിട്ടുണ്ട്, പക്ഷേ ബസ്സിൽ ആരും ഇല്ല. ഇതാണ് നമ്മൾ വന്ന ഫ്ലൈറ്റ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എയർപോർട്ടിനകത്തേക്ക് പോവാണ്, നടന്നു വേണം പോകേണ്ടത് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ വലിയൊരു എയർപോർട്ട് എന്ന് പറയുന്നത് ചെറിയൊരു എയർപോർട്ടാണ്. നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെയാണ്. നമ്മൾ ഇനിയിപ്പോൾ പയ്യെ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി പോവാണ്. നല്ല മഴക്കാറ് കാണുന്നുണ്ട്, മഴക്കാറ് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു, നല്ല ചൂടുമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കാണ് ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ ഒരു ബോർഡിലുള്ള കാര്യം ശ്രദ്ധിച്ചത്. അവിടെ എഴുതിയിരിക്കുന്നത് മോസ്റ്റ് ഫോറസ്റ്റഡ് കൺട്രി ഇൻ ദ വേൾഡ്, അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാടുകളുള്ള സ്ഥലം ആണ് കേട്ടോ. എനിക്കറിയത്തില്ലായിരുന്നു, ഞാനിപ്പോൾ അറിയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി പോവാണ്. നമ്മളിപ്പോൾ എയർപോർട്ട് ലോഞ്ചിലാണ് ഇരിക്കുന്നത്. എനിക്കിത്തിരി ശരിക്കും സർപ്രൈസ് ആയിരുന്നു കേട്ടോ. കാര്യം ഞാൻ ഇച്ചിരി ടെൻഷൻ അടിച്ചാൽ വന്നേ. കാര്യം ഇവിടുത്തെ നമുക്ക് ഓണറബിൾ വിസ അടിക്കണം. പിന്നെ ആണെങ്കിൽ ഇമിഗ്രേഷനിൽ യൂഷ്വലി നല്ല ക്യൂ ആയിരിക്കും, അവിടെ കുറേ ക്വസ്റ്റൻ ഒക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ വന്നപ്പോഴേക്കും എൻ്റെ പേര് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴേക്കും പറഞ്ഞു നമ്മളെ സ്പെഷ്യൽ അസിസ്റ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടുത്തെ ഒരു സ്റ്റാഫ് കൊണ്ടുവന്ന് ഡയറക്റ്റ് ലൈൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി നമുക്ക് വിസയും കാര്യങ്ങളൊക്കെ ശരിയാക്കി തന്നു. അവർ നമ്മൾ എന്നിട്ട് ഈ ലോഞ്ചിൽ കൊണ്ടുവരുത്തി. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ എന്തെങ്കിലും എടുത്ത് കഴിക്കുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ അവർ നമ്മുടെ ലഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഇതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരാളാണ്. ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് ഫ്ലാഷ് ബാക്ക് പോകേണ്ടി വരും. ഓഗസ്റ്റ് പിന്നെയും കാണും കേട്ടോ. ഓഗസ്റ്റിൽ നമ്മൾ പിന്നെ കാണുന്നത് എവിടെ വെച്ചായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സസ്പെൻസ് ആണ്. അപ്പോൾ കണ്ടല്ലോ നമ്മുടെ എബി ചേട്ടൻ അതെല്ലാം റെഡി ആക്കിയായിരുന്നു. അപ്പോൾ മലയാളികൾ എവിടെ ചെന്നാലും ഈ പറഞ്ഞ പോലെ ചേട്ടൻ ഇവിടുന്ന് ഈ എയർപോർട്ടിൽ ഈ ഒരു കാര്യം അറേഞ്ച് ചെയ്തെങ്കിൽ നമ്മുടെ മലയാളികൾ എവിടെ ചെന്നാലും ആൾക്കാരോട് നന്നായിട്ട് പെരുമാറുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞാൽ എയർപോർട്ടിൽ ഇങ്ങനെ ആക്സസ് കിട്ടണമെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പോൾ അവർ നമ്മുടെ ലഗേജ് കൊണ്ട് കളക്ട് ചെയ്ത് നമുക്ക് തന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ചേട്ടനെ മീറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ചേട്ടനെ ഒന്ന് വിളിച്ചിട്ട് ചേട്ടൻ എത്തിയോന്നില്ല എന്ന് ചോദിക്കട്ടെ. ഇവിടെ വരുന്ന ആളുകളെ റിസീവ് ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാർ നിൽപ്പുണ്ട് കേട്ടോ. എന്നാ ഉണ്ട് നമ്മൾ ഫ്ലാഷ് ബാക്ക് ചെയ്യാൻ പറഞ്ഞു. അതെ ഓഗസ്റ്റിൽ നമ്മൾ കാണുമെന്ന് പറഞ്ഞു. ഓഗസ്റ്റ് പെട്ടെന്നായല്ലേ? ജെറോം നാട്ടിലെവിടെയാ? ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ എടുത്തോളാനായിട്ട്. കാര്യം ഇവിടെ ചെറിയ മഴയാണ്, അകത്ത് നോക്കാം അല്ലേ. എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്കുള്ള യാത്രക്കിടയ്ക്ക് നമ്മുടെ ബിബി ചേട്ടനും ജെറോം ചേട്ടനും സുറിനാമിൻ്റെ രാജ്യത്തെക്കുറിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു കേട്ടോ. വെറും 5 ലക്ഷം ജനസംഖ്യ മാത്രമുള്ള ഈ ഒരു രാജ്യത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജോലിക്കാരായിട്ട് വന്ന നമ്മുടെ ഹിന്ദുസ്ഥാനീസും അതുപോലെ തന്നെ ചൈനക്കാരും ജാപ്പനീസുകാരും ഡച്ചും എല്ലാം കൂടെ കൂടിയൊരു മിക്സ്ഡ് കൾച്ചറുള്ളൊരു രാജ്യം. വഴിയുടെ 2 സൈഡിലും കാടാണ്. അതുകൊണ്ട് തന്നെ വഴി സൈഡിൽ നമുക്ക് പലയിനം കടകൾ കാണാനായിട്ട് പറ്റും. കടയിൽ അവർ വിൽക്കാൻ വെച്ചിരിക്കുന്നത് നായാട്ട് ചെയ്ത് പിടിച്ച ജീവികളും അതുപോലെ തന്നെ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്ന തത്തകളും ഇഗ്വാനേനെയൊക്കെ വഴി സൈഡിൽ അവർ വെച്ചിട്ട് കച്ചവടം ചെയ്യുകയാണ്. വീട്ടിലേക്ക് ഏകദേശം 1 മണിക്കൂർ യാത്രയുള്ളെന്ന് ചേട്ടന്മാർ പറഞ്ഞു. ഏകദേശം 1 മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്ത് നമ്മൾ ദേബി ചേട്ടൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഞാനിവിടെ 12 ദിവസമുണ്ട്. ഈ 12 ദിവസം നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾ ബ്രീഫായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞങ്ങളല്ല, ചേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ ഇവിടുത്തെ വണ്ടികളെ സംബന്ധിച്ച് ഞാൻ വരുന്ന വഴിക്ക് ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഇവിടെ വണ്ടി മാനുഫാക്ചറിങ് ഇല്ല, പ്രൊഡക്ഷനും ഇല്ല, എല്ലാം ഇമ്പോർട്ടന്റ് വണ്ടികളാണ്. അതായത് സെക്കൻഡ് ഹാൻഡ് വണ്ടികളെ ഉള്ളൂ. അല്ലെങ്കിൽ പുതിയ വണ്ടി നമ്മൾ മേടിച്ച് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരണം. എബി ചേട്ടൻ പറയുന്ന സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതാണ്. വരുന്ന വഴിക്ക് ചേട്ടനൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്ക് ഏറ്റവും നല്ല ഓക്സിജൻ ആണ് ഞാനിപ്പോൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ജനസംഖ്യ എത്രയാണ്? 500,000 ലക്ഷം. അതായത് 5 ലക്ഷം ആളുകളെ ഉള്ളൂ ഇവിടെ കേട്ടോ. ചേട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഏകദേശം 3:30 സമയം. നമ്മൾ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എബി ചേട്ടൻ ജസ്റ്റ് ആയിട്ടൊന്ന് ബ്രീഫ് ചെയ്യും. ഞങ്ങൾ ഫുള്ള് പറയുന്നില്ല.
ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ സെബിൻ റെസ്റ്റ് എടുക്കുക, പിന്നെ നമ്മളൊന്ന് ഡൗൺ ടൗണിൽ പോകുന്നു, ഫുഡ് കഴിക്കുന്നു, ഇന്നത്തെ ഡേ കഴിഞ്ഞു. അപ്പോൾ നാളെ തൊട്ട് ആണ് നമ്മൾ ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ തുടങ്ങുവാണ്. നെക്സ്റ്റ് 3 days നമ്മൾ ലോക്കൽ കാര്യങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ്. ഫസ്റ്റ് അഡ്വഞ്ചറിന് പോവാണ്. നമ്മൾ എങ്ങനെയാ പോകുന്നത്? ഇവിടുന്ന് കാറിന് പിന്നെ ഒരു പോയിന്റിൽ നമ്മളവിടെ ചെന്നിട്ട് വണ്ടി ഇടുന്നു. അവിടുന്ന് നമ്മൾ ചെറിയ ബോട്ടിൽ. കണ്ടൽക്കാടുകൾ നിറഞ്ഞ ആമസോൺ പുഴയുടെ ചെറിയ കൈവഴികൾ. ഈ കണ്ടൽക്കാടിനകത്ത് മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക ഇനം ഞണ്ടുണ്ട്. അതിനെ അന്വേഷിച്ചാണ് നമ്മുടെ ആദ്യത്തെ യാത്ര. വരുന്ന വെള്ളിയാഴ്ച വൈകുന്നേരം കൃത്യം 5 മണിക്ക് നമ്മുടെ ചാനലിൽ ആ വീഡിയോ വരുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് മീ സെബിൻ സുരേഖ്.